നമുക്കെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പോക്കാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളാരെങ്കിലും ആക്ഷേപിക്കുകയോ ആരെങ്കിലും തരം താഴ്ത്തുകയോ ആരെങ്കിലും ചെറുതാക്കുകയൊന്നും സമസ്ത കേരള ജമിയത്തുലമയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുലമൻ്റെ നേതാക്കന്മാരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെൻട്രൽ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പിന്നെ സമസ്ത കേരള ജമിയത്തുലമയെ അതിനെ ഇല്ലാതെയാക്കാനോ, നമ്മൾ സമസ്ത കേരള ജമിയത്തുലമൻ്റെ ആളുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമസ്ത കേരള ജമിയത്തുലമയ്ക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കേണ്ടവർ. സമസ്ത കേരള ജമിയത്തുലമയുടെ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. സമസ്ത കേരള ജമിയത്തുലമയുടെ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം. സമസ്ത കേരള ജമിയത്തുലമ അത് ഈ ലോകത്തൊക്കെ അറിയപ്പെട്ട ഒരു സംഘടനയായി മാറണം, ഇത് നമ്മുടെ ലക്ഷ്യമാണ്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഈ സംഘടന സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തണം. അതിനെന്ത് വേണം? ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിമർശനങ്ങളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ സംഘടനക്കെതിരിൽ ഇതിനെ സ്നേഹിക്കുന്നതാവുന്ന ഇവിടുത്തെ നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഉമറാക്കന്മാർ, അവരൊക്കെ തിരിച്ചു വീഴുന്നതായ പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടാവരുത്. അത് ഒരിക്കലും അത് ഒരു ഭൂഷണമായ സംഗതിയല്ല. നമുക്കിപ്പോൾ അങ്ങനെയൊക്കെ കഴിയുമല്ലോ. നമുക്ക് പലരതിൻ്റെ എതിലും പിന്നെ തിരിച്ചുവിടാനും അതിനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കുന്ന പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിയുമല്ലോ. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ല, നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവം അതല്ല. നമുക്കൊരു സ്റ്റേറ്റാവുന്ന ഒരു റൂട്ടുണ്ട്, മുസ്തഖീമായ ഒരു തെരിയക്ക്. ആ തെരിയക്കിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വിശുദ്ധമായ ഒരു നെയ്യത്തിൻ്റെ മേലിൽ സംഘടിപ്പിക്കപ്പെട്ട സംഘടനയാണ്. അപ്പം ആ വിശുദ്ധ നെയ്യത്ത് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവണം. അപ്പം അതിനക്ക് കോട്ടം വരുത്തുന്ന ഒരു പ്രവൃത്തിയും സമസ്ത കേരള ജമിയത്തുലമയോ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനകളുമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. അതുണ്ടാവുക എന്നുള്ളത് ഒരു ഭൂഷണമല്ല, അതൊരു നല്ല സംഗതിയല്ല. മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ അവർക്കുള്ളതായ അവരുടെ കുരുത്തക്കേടിന് നമ്മളെന്താവും പാത്രീഭൂതരം. അപ്പം അത് ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇത് ഈ സംഘടന അതിൻ്റെ ആ മഹാന്മാർ കാണിച്ചു തന്ന റൂട്ടിൽ കൂടി തന്നെയാണ് ഇത് ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു വ്യത്യാസമില്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലും ഇതിനെതിരിലായിക്കൊണ്ടിട്ട് അവരെ പിന്നെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഇതിനെതിരിലായിക്കൊണ്ട് ശബ്ദിക്കാനോ അല്ലെങ്കിൽ ഇതിനെ നശിപ്പിക്കാനോ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് വിലപ്പോകുന്നതല്ല. ആ പ്രവർത്തനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തട്ടിക്കളയുക തന്നെ ചെയ്യും. അതെല്ലാം അതറിയിക്കുന്നതായ എല്ലാ അവജ്ഞയോടുകൂടിയും നമുക്ക് അതിനൊക്കെ തള്ളിക്കളയാം. നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ സംസാരങ്ങൾ അത് വളരെ ശരിയായ റൂട്ടിലാവണം. നമ്മൾ സംസാരങ്ങളിൽ എപ്പോഴും വിദൂരമായ ഒരു അർത്ഥം പോലും മറ്റൊരുത്തനിക്ക് വേദന വരുന്ന നിലക്കുള്ള അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ആരെയും ആക്ഷേപിക്കാൻ പോകുമ്പോൾ നമുക്ക് ആക്ഷേപിക്കേണ്ട ആവശ്യം നമ്മളെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ആക്ഷേപിക്കുന്നതിന് മറ്റൊരുത്തർ അല്ലെങ്കിൽ ഇവിടുത്തെ ഉമറാഹിനെ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഇവിടുത്തെ ഉമറാഹ് എന്ന് പറഞ്ഞാൽ അത് ധനമുള്ളവനാവട്ടെ ധനമില്ലാത്തവരാവട്ടെ നാട്ടിൽ ഒരു നേതൃത്വ സ്വഭാവത്തിന് പറ്റുന്ന ആളുകളൊക്കെ ഉമറാക്കന്മാരാണ്. അത് ഏത് ജാതി ആളുകളാണെങ്കിൽ. അപ്പം അവരൊക്കെ സംഘടനയ്ക്കെതിരിൽ തിരിച്ചുവിടാൻ പറ്റുന്ന നിലക്കുള്ളതായ പ്രസംഗങ്ങളും അങ്ങനത്തെ എഴുത്തുകളൊന്നും ആരിൽ നിന്നും ഉണ്ടാവരുത്. അത് നല്ല സംഗതിയല്ല. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതായ ഈ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തുലമയുടെ പോഷക സംഘടനയായ റേഞ്ച് ജമിയത്തുലമ, ആ ജമിയത്തുൽ മുഅല്ലിമീനക്ക് നേതൃത്വം നൽകാനുള്ള ആളുകളാണ് ഇവർ. അതിൻ്റെ കൗൺസിലിൽ നിന്ന് വളരെ പിന്നെ അത് അവർക്കുള്ള നിയമങ്ങളും ചട്ടങ്ങളൊക്കെ
പൂർണ്ണമായി പാലിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഈ നേതാക്കന്മാർ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നയിക്കുന്നതായ ഈ സംഘടന നല്ല നിലക്ക് നയിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ തൗഫീഖും അല്ലാഹു നൽകട്ടെ. ആ ദീനിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ നല്ല നിയ്യത്തോടു കൂടി പ്രവർത്തിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും നമുക്കുണ്ടാവും, സൗകര്യങ്ങളുണ്ടാവും. അതിന് വേണ്ട എല്ലാ മാർഗങ്ങളും അല്ലാഹു എളുപ്പമാക്കി തരും. ആ നിലക്ക് ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാവുക. അല്ലാഹു നമുക്കെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പോക്കാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളാരെങ്കിലും ആക്ഷേപിക്കുകയോ ആരെങ്കിലും തരം താഴ്ത്തുകയോ ആരെങ്കിലും ചെറുതാക്കുകയൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ നേതാക്കന്മാരൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചൊക്കെ അവർ പിന്നെ ആരെങ്കിലും ചെറുതാക്കുന്നുണ്ട് ഇതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോട് എതിരായി പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, പോലുള്ള പ്രചരണങ്ങൾ, അതൊക്കെ ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അങ്ങനെയല്ലേ, ഒരു കഥ പറയാണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വാദങ്ങളും മറ്റും പിന്നെ ചെലവാകാൻ വേണ്ടി പല തന്ത്രങ്ങളും പലരും ഉപയോഗിക്കും. മുമ്പ് മദീനത്ത് ഒരു കച്ചവടക്കാരൻ വന്നു. അയാൾ ഇറാഖിൽ നിന്ന് വന്ന കച്ചവടക്കാരനാണ്. അയാൾ ഈ പെണ്ണുങ്ങളെ ഈ ഹിമാർ വിൽക്കാനാണ് വന്നത്. ഹിമാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? വസാത്തിറുർ റഅസി ഹുവൽ ഹിമാറുന്ന, തല മറക്കണേക്ക് ഹിമാർ എന്ന് പറയുള്ളൂ. വാത്തിഫുൽ വജിഹി ഹുവൽ ഹിമാറു, അതിൻ്റെ കൂടെ തലയും മുഖവും മറക്കുന്നത് എന്ന് പറഞ്ഞവൻ ഓനെ കൈതേണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിമാറിനെ പറ്റി രണ്ട് അഭിപ്രായമാണുള്ളത്. അത് ഹിമാർ എന്ന് പറഞ്ഞാൽ തല മാത്രം മറക്കുന്നതിനാണോ ഹിമാർ എന്ന് പറയാം, അതല്ല തലയും മുഖം കൂടി മറക്കണേക്കാണോ ഹിമാർ എന്ന് പറയാം. അതിന് പ്രബലമായ അഭിപ്രായം തല മാത്രം മറക്കണേക്കാണ് ഹിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ കച്ചവടത്തിൽ വന്നപ്പോൾ ഇയാൾ ഹിമാർ ആയിട്ടാണ് വന്നത്. എല്ലാ കളറിലുള്ള ഹിമാറുകളും കൊടുത്തിരുന്നു. അപ്പോൾ എല്ലാ ഹിമാറുകൾ കൊടുന്നപ്പോൾ എല്ലാം ചിലവായി, കറുത്തത് അവിടെ ബാക്കിയായി. അപ്പം കറുത്തത് മാത്രം ബാക്കിയായപ്പോൾ ഇയാളാണെങ്കിൽ ഇത് രണ്ടാമത് അങ്ങോട്ട് ബസ്രയിലേക്ക് ചുമന്നു കൊണ്ടുപോകുക എന്നുള്ളത് വലിയ പ്രയാസം. അപ്പോൾ ഇയാൾ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ മദീനത്ത് കൂടിയ ഇമാം ദാരിമി തങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ. മൂപ്പര് കയ്യിലെ കടന്നു പോയപ്പോൾ ചോദിച്ചു, എന്തോട് വെച്ച് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കണമെന്ന്. ഒന്നുമില്ല, ഞാൻ കൊടുത്ത ഹിമാറുകളൊക്കെ ചിലവായി, കറുപ്പ് മാത്രം അവിടെ ബാക്കിയായി. ഞാൻ അത് വിൽക്കാൻ വേണ്ടി കഴിയണില്ല. അപ്പം ഇയാൾ പറഞ്ഞു, അതിന് ഞാനൊരു തന്ത്രം പറഞ്ഞു തരാം. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ ഓരോ സംഗതികളും ചിലവാകാൻ ചിലപ്പോൾ പല തന്ത്രങ്ങളും വേണ്ടി വരും. അപ്പോൾ ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചു, അതിനൊരു 3 വരി ബെയ്ത്തുണ്ട്, പാട്ടുണ്ട്, അത് പാടിയാൽ മതി. നാളെ മദീനത്ത് ഈ പെണ്ണുങ്ങളൊക്കെ വരുന്ന അസർക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഈ പാട്ട് പാടിയാൽ മതി. അപ്പോൾ പെണ്ണുങ്ങളിത് ചിലവാകുന്നത് മാത്രമല്ല ഇനി ഉണ്ടാകുന്ന ചോദിച്ചുകൊണ്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ ഈ പാട്ട് ചോദിച്ചു. അപ്പോൾ ഈ ബെയ്ത്ത് പറഞ്ഞു കൊടുത്തു, കൊല്ലിൽ മലിയഹത്തി ഫിൽ ഹിമാരിൽ അസ്വദി മാതാ ഫഅൽതി ബി നാസികിൻ മുതഅബ്ബിദി ഖദ് കാന ശമ്മറ ലിസ്വലാത്തി സിയാബഹു ഹത്താ വഖഫ്തി ലഹു ഇൻദ ബാബിൽ മസ്ജിദി ലാ തഖ്തുലീഹി ബിഹഖി ദീനി മുഹമ്മദി റുദ്ദി അലൈഹി സ്വലാത്തഹു വസിയാമഹു ലാ തഖ്തുലീഹി ബിഹഖി ദീനി മുഹമ്മദി. ആ സുന്ദരമായ പെണ്ണുണ്ടല്ലോ, കറുത്ത ഈ ഹിമാറണിഞ്ഞുകൊണ്ട് നിൽക്കണം, അവളോട് പറയും, ആ ഇബാദത്ത് ചെയ്യണ ആ നല്ല മനുഷ്യൻ എന്ത് ചെയ്ത് ഫിത്തിനാക്കാൻ പോയി. അയാൾ ഇബാദത്തിന് വേണ്ടി ഒരുങ്ങി പള്ളീൻ്റെ അവിടെ ചെന്നപ്പോൾ പള്ളീൻ്റെ വാതിലിൻ്റെ പോയിരുന്നു അയാളെ സ്വീപ്പാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് റുദ്ദി അലൈഹി സ്വലാത്തഹു വസിയാമോ, അയാളെ നോമ്പും അയാളെ നിൽക്കാനൊക്കെ വിട്ടാൾ. ലാ തഖ്തുലൂഹി ബിഹഖി ദീനി മുഹമ്മദി, റസൂലുള്ളാഹിൻ്റെ ദീനിൻ്റെ ഹക്ക് കൊണ്ട് അയാളെ കൊല്ലാജി പോകണ്ടാന്ന്, പ്രേമം കൊണ്ട് കൊല്ലാൻ പോകണ്ടാന്ന്. അപ്പം ഇയാൾ പിറ്റേന്ന് ആ പെണ്ണുങ്ങളൊക്കെ കച്ചവടത്തിന് വന്ന സമയത്ത് ഈ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ കുല്ലിൽ മരിഹത്തി ഫിൽ ഹിമാരിൽ അസ്വദി എന്ന കറുത്ത ഹിമാർ ഇട്ടുകൊണ്ട് നിൽക്കണ ആ സുന്ദരിയായ പെണ്ണിനോട് പറയും, ഇത് ചെയ്യണം എന്നേക്കുള്ള വഴികളൊക്കെ ഉണ്ടാകാതെ അവസാനിപ്പിച്ചാൽ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും ചോദിച്ചു, ഇയാളോട് കറുപ്പുണ്ടോ എന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരു കെട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുഴുവൻ വിറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് പിന്നെയും ഇങ്ങനെ ആൾക്കാർ വരില്ലേ പെണ്ണുങ്ങൾ കറുത്ത ഹിമാർ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, ഇപ്പോൾ കൊടുന്നത് കഴിഞ്ഞിരിക്കണ്. പണ്ട് നമ്മളവിടെ ഒരു കഥ അറിയാനുണ്ട്. പണ്ട് ഈ ആളുകളൊക്കെ ഈ ചുവന്ന തുണി എടുക്കുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ഈ പഴയ വയസ്സന്മാരൊക്കെ ആ ചുവന്ന തുണി അവസാനിച്ച ഒരു കാലഘട്ടത്തിലാണ്
അന്ന് ഞങ്ങളെ തയ്യാറുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങളെ ചെറുമൂക്കുന്നൊക്കെ വന്ന് പണ്ട് നമ്മളെ അവിടെ സ്ഥലം നമ്മളിപ്പോൾ താമസിക്കുന്നതല്ല, അവിടെ നിന്ന് അന്ന് സാധനത്തിന് പോലെ. അപ്പോൾ തെയ്യാനങ്ങൾക്ക് പോകണവിടെ എല്ലാവരും കാണുമ്പോൾ ഒരു കാക്കണ്ട് ചുവന്നുണി ഇരിക്കണേ. അയാൾ പറയും ചെട്ടിയാരെ വീട്ടിൽ ചുവന്നുണി ഉണ്ടാകുന്നത് ചോദിച്ചു പോകാം. അപ്പോൾ എല്ലാവരും ചെട്ടിയാരോട് ചെന്ന് ചോദിച്ചു ചുവന്ന തുണി ഉണ്ടാ, ചുവന്ന തുണി ഉണ്ടാ. അന്ന് ചുവന്ന തുണീൻ്റെ കാലം കഴിഞ്ഞ കാലമാണ്. അപ്പോൾ ചെട്ടിയാർക്ക് തോന്നി എല്ലാവരും ചുവന്ന തുണി ചോദിക്കുന്നുണ്ടല്ലോ, ഏതായാലും ചുവന്ന തുണി ഒന്ന് കൊടുത്തു കൊടുക്കാം. അപ്പം മൂപ്പരെന്താക്കിയെന്നൊരു 2 കെട്ട് ചുവന്ന തുണി കൊടുന്നു. സാധാരണ ഇയാൾ പറഞ്ഞ ഈ ചുവന്ന തുണിക്ക് ആവശ്യമുള്ളൊരു ആൾ ഈ കാക്ക പറഞ്ഞയച്ചപ്പോൾ ഒരാൾ ഇന്ന് ചുവന്ന തുണി ഉണ്ടാവിച്ച് ചുവന്ന തുണി വന്നിക്കണം അവിടെയൊക്കെ പറഞ്ഞേക്കുന്നത് തന്നെ. ഒരു തുണി ചിലവായിട്ടുള്ളൂ, പിന്നെ ചിലവായിട്ടില്ല. അപ്പോൾ സാധനങ്ങൾ എന്നതുപോലെ ഇയാൾ പിന്നെ കുറേ കറുത്തത് വരുത്തിയെന്ന് പറഞ്ഞു, ഒന്നും ചിലവായില്ല. അപ്പോൾ എന്നതുപോലെ ഉള്ളത് ചിലവാകാൻ ചില മാർഗങ്ങളുണ്ട്. അത് കണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ചിലവാകും എന്നല്ല പറയണത്. അപ്പം ചിലവാകാൻ ചില മാർഗങ്ങൾ പലരും ഉപയോഗിക്കും. അത് ഒരു ബിസിനസ്സിൻ്റെ ഒക്കെ ഒരു ഇതാണല്ലോ. ബിസിനസ്സിന് ഇപ്പോൾ നമ്മൾ ചില ആളുകളെ കൊടുത്തുകൊണ്ട് അവിടെ പരസ്യം ചെയ്യിപ്പിക്കണ്ടില്ലേ. ഇപ്പം എന്നോടൊക്കെ പലരും നിങ്ങളൊരു ഇത് വേണം, എന്തിനാ വെച്ചാൽ പിരിവിന് വേണ്ടിയാണ്. ഞാൻ പറയും പൊന്നാ ചങ്ങായിമാരെ, ഞാൻ പറഞ്ഞിട്ട് ആരെയും തരുമോ? ഇനിയിപ്പോൾ തരുക നോക്കുക, അതൊക്കെ ഒരു മോഡലുകളിൽ ഉപയോഗിക്കണ മൈക്കാണ് നമ്മളെ കൊണ്ടുപോയി കാണിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരിക്ക് ചിലത് ചിലവാകാനോ ചിലത് കിട്ടാനോ ഒക്കെ പലതും വേണ്ടി വരും. അപ്പോൾ എന്നതുപോലെ സമസ്തക്കെതിരിൽ വല്ലതും പറയുമ്പോൾ അതിന് ചിലപ്പോൾ പലരെയും ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ പലരെയും അതിന് വേണ്ടി ഇറക്കാനൊക്കെ പലരും ശ്രമിച്ചു. അതിന് പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ കുടുങ്ങിപ്പോകരുത്. നമ്മളെ റൂട്ടിൽ കൂടി പോയാൽ മതി. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, ഒന്നും ഇവിടെ സമസ്തക്കൊന്നും ബാധിക്കില്ല, സമസ്തക്കൊരു പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിൻ്റെ 14ഓളം വരുന്ന പോഷക സംഘടനകൾ, ഓരോ പോഷക സംഘടനകളുടെ ഇതൊക്കെ നമ്മൾ ശക്തിപ്പെടുത്തണം. അതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആദരിക്കൽ ചടങ്ങ് ഇവിടെ നടക്കുകയാണ്. സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദരണീയനായ വാക്കോട് ഉസ്താദ്, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദിന് ജമീയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി നൽകുന്ന ഉപഹാരം സയ്യിദുൽ ഉലമ സയ്യിദ് ജഫരി മുത്തുക്കോയ തങ്ങൾ നൽകുന്നു. തങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടി വാക്കോട് ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഉസ്താദ് കൊടക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, നീണ്ടകാലമായി സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ്റെ നേതാവും സാരഥിയുമാണ്. ജനറൽ സെക്രട്ടറിക്ക് ഒന്നിരായ തങ്ങൾ ഉസ്താദ് ഉപഹാരം നൽകുന്നു. കൊടക് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ ട്രഷറർ ആദരണീയനായ അബ്ദുൽ ഖാദർ കാസിമി ഉസ്താദിന് തങ്ങൾ ഉപഹാരം നൽകുന്നു. കാസിമി ഉസ്താദിനെ ക്ഷണിക്കുന്നു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾക്ക് ജമീയത്തുൽ മുഅല്ലിമീൻ ജില്ലാ കമ്മിറ്റി ഉപഹാരം നൽകുന്നു. സ്വീകരിക്കാൻ വേണ്ടി സയ്യിദ് നിയാസ് അലി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജമീയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിലുള്ള ക്ഷേമനിധിയുടെ ഡെപ്യൂട്ടി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് OMS തങ്ങൾ നിസാമി അവർക്ക് തങ്ങൾ ഉപഹാരം നൽകുന്നു. തങ്ങളെ ക്ഷണിക്കുന്നു. സമസ്ത കേരള ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട നീണ്ടകാലമായി പാലക്കാട് ജില്ലാ പ്രസിഡൻ്റായി സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അലി ഫൈസിക്ക് ഉപഹാരം നൽകുന്നു. മുഹമ്മദ് അലി ഫൈസി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ജമീയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ ഉസ്താദ് KK ഇബ്രാഹിം മുസ്ലിയാർക്ക് ഉപഹാരം നൽകുന്നു. KK ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ജമിയത്തുൽ മൗലമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട ഉസ്താദ് ശിഹാബുദ്ദീൻ മുസ്ലിയാർ ആലപ്പുഴ. ശിഹാബുദ്ദീൻ മുസ്ലിയാർക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം ഒന്നിരായ തങ്ങൾ ഉസ്താദ് നിർവഹിക്കുന്നു. ശിഹാബുദ്ദീൻ മുസ്ലിയാർ ക്ഷണിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ മൗലമീൻ സെൻട്രൽ കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി, നമ്മുടെ ജില്ലാ ജമിയത്തുൽ മൗലമീൻ്റെ ചാലക ശക്തി, നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഉസ്താദ് ഹുസൈൻകുട്ടി മുസ്ലിയാർക്ക് ജില്ലാ കമ്മിറ്റിയുടെ ഉപഹാരം ആദരണീയനായ തങ്ങൾ ഉസ്താദ് നിർവഹിക്കുന്നു. ഹുസൈൻകുട്ടി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമസ്ത കേരള സുന്നി ബാലവേദിയുടെ സംസ്ഥാന കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കരനായ അനീസ് ഫൈസി മാവണ്ടിയൂർ, അനീസ് ഫൈസി ഉസ്താദിന് ഉപഹാരം നൽകുന്നു. ഒന്നരായ അനീസ് ഫൈസിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. SKSSF മലപ്പുറം ജില്ലാ കമ്മിറ്റിയും നമ്മുടെ നേതാക്കന്മാരെ ആദരിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഒന്നിരായ വാക്കോട് ഉസ്താദിന് ഒന്നിരായ തങ്ങൾ ഉസ്താദ് ഉപഹാരം നൽകി SKSSF സ്വീകരണത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വാക്കോട് ഉസ്താദിനെയും നൽകുവാൻ തങ്ങൾ ഉസ്താദിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ മഹത്തായ സ്വീകരണ സമ്മേളനത്തിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ മൗലമീൻ കേന്ദ്ര മുശാവറ അംഗം ഉസ്താദ് അസ്ഗർ അലി ഫൈസി സംസാരിക്കുന്നു. അധ്യക്ഷന് വേണ്ടി ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.